പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. 2025 സുന്ദരമായിട്ടുള്ള ഒരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും 2025 കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിലെ 4 വർഷ ഡിഗ്രി, PG അതുപോലെ തന്നെ B.Ed കോഴ്സുകളിലെ അഡ്മിഷൻ നടപടികൾ മെയ് മാസത്തോടു കൂടി ആരംഭിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതിൻ്റെ റൂൾസ് റെഗുലേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ മറ്റൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് 1ാം ഘട്ടമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2ാം ഘട്ടമായിട്ട് നമ്മൾ നമ്മുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആ 2 മാധ്യമം വഴി ആയിരിക്കും നൽകുക. ഒന്ന് ചാനലിലൂടെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പിലൂടെ ആയിരിക്കും മറ്റു നൽകുക. ഇനി ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഓരോ യൂണിവേഴ്സിറ്റികളിലും. ആ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഡ്മിഷൻ എൻട്രൻസ് മുഖേനയാണ്. അതിന്റെ അഡ്മിഷനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റികളൊക്കെ അവസാനിച്ചിട്ടുമുണ്ട്. വളരെ കുറച്ച് സീറ്റുകളിലേക്കുള്ള ഒരു കാര്യമാണ്. എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക ആ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ കോഴ്സുകളിലേക്കാണ്. ഇതിൽ 2 തരം കോഴ്സുകൾ ഉണ്ടാവും. കോളേജുകൾ ഉണ്ടാവും, ഓട്ടോണമസ് ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ ഓട്ടോണമസ് ഉണ്ടാവും. ഓട്ടോണമസ് കോളേജിലെ അഡ്മിഷൻ നടപടികൾ ഈ കേസിൽ നടത്തുക അതാത് കോളേജുകളായിരിക്കും അഡ്മിഷൻ നടപടി നടത്തുക. എന്നാൽ നോൺ ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജുകളിലെ അഡ്മിഷൻ നടപടികൾ നടത്തുക അതാത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോണമസ് അല്ലാത്ത കോളേജുകളിലൊക്കെ അഡ്മിഷൻ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിലൂടെ ആയിരിക്കും നടക്കുക. അതിന് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. എന്നാൽ ഓട്ടോണമസ് കോളേജിലേക്ക് ഓരോ കോളേജിലേക്കും വ്യത്യസ്തമായിട്ട് അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ കാലിക്കറ്റിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് അപേക്ഷ നൽകണം. ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് മെയ് 20 കൂടി എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും 4 വർഷ ഡിഗ്രിയുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കും. അത് കഴിഞ്ഞ് ജൂൺ 1 മെയ് ലാസ്റ്റിലോ ആയിട്ട് PG കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കും. അതോടുകൂടി ജൂൺ 1 B.Ed കോഴ്സുകളുടെ അഡ്മിഷനും ആരംഭിക്കും. ഈ രീതിയിലായിരിക്കും ഇതിന്റെ സമയക്രമം ഉണ്ടാവുക. വളരെ കൃത്യമായിട്ട് ഇതിന്റെ റൂൾസ് റെഗുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ യഥാസമയം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.